ലോകം ഇന്ന് കാണുന്ന സാമ്പത്തിക രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പിന്നിൽ ഒരു ഷാഡോ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പേര് റോത്ത്ചൈൽഡ് ഫാമിലി എന്നായിരിക്കും. ഒരു റിയൽ ലൈഫ് ഇലൂമിനാറ്റി ഫാമിലി. ഈ കുടുംബത്തെ പറയപ്പെടുന്നത് ഈ ഫാമിലി വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് വേൾഡ് ബാങ്കിനെ വാങ്ങാൻ സാധിക്കുമെന്നാണ്. അതുമാത്രമല്ല 18ാം സെഞ്ചുറിക്ക് ശേഷം നടന്ന ലോകത്തിലെ മിക്ക വാറുകളിലും എവിടെയെങ്കിലുമൊക്കെ ബാക്കെൻഡിൽ ഈ ഫാമിലിയുടെ കൈയുണ്ടെന്ന് പറയപ്പെടുന്നു. 1760-ൽ മേയർ അംഷൽ റോത്ത്ചൈൽഡ് തന്റെ ബാങ്കിംഗ് ബിസിനസ്സിലൂടെ തുടക്കമിട്ട റോത്ത്ചൈൽഡ് ഫാമിലിക്ക് ഇന്ന് ലോകത്തിലെ ഏതാണ്ട് എല്ലാ സെക്ടറിലും പ്രസൻസ് ഉണ്ട്. $20 ട്രില്യൺ നെറ്റ്വർത്ത് ഉണ്ടായിട്ടും ഈ ഫാമിലിയിലെ ഒരു മെമ്പറുടെ പേര് പോലും നിങ്ങൾ വല്ലപ്പോഴും മാത്രമേ കേട്ടിട്ടുണ്ടാവുകയുള്ളൂ. ഈ ഫാമിലി ഒരു ജൂയിഷ് ഫാമിലിയാണ്. ഇവരുടെ ഒരു മെമ്പറായ ലൂയി നഥാനിയലിനെ 1938-ൽ നാസികൾ പിടികൂടിയപ്പോൾ അവർ $364 മില്യൺ, അതായത് ഏകദേശം 3000 കോടിയുടെ ഏറ്റവും വലിയ മോചനദ്രവ്യം നൽകിയാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചത്. അത് മാത്രമല്ല 1815-ൽ നെപ്പോളിയനെ വാറിൽ തോൽപ്പിച്ചതിന് പിന്നിലും ഈ ഫാമിലിയുടെ കൈയുണ്ടായിരുന്നു. ഇതുകൂടാതെ 2 മില്യൺ പൗണ്ട്, അതായത് ഇന്നത്തെ 50 കോടി പോർച്ചുഗീസുകാർക്ക് നൽകി അവർ ബ്രസീലിനെ 1820-ൽ സ്വതന്ത്രമാക്കുകയും ചെയ്തു. ഈ ഫാമിലിയുടെ അമിതമായ സ്വത്ത്, പവർഫുൾ ആളുകളുമായുള്ള കണക്ഷൻ, വേൾഡ് വാറുകളിലെ റോൾ, ക്യാപിറ്റലിസത്തിന്റെ തുടക്കം, ഇൻഡസ്ട്രിയലൈസേഷനിലെ ഇവരുടെ പങ്കാളിത്തം എന്നിവ ഇവരെ ലോകത്തിലെ വെൽത്തിയസ്റ്റ് ഫാമിലി എന്നതിലുപരി മോസ്റ്റ് പവർഫുൾ ഫാമിലി കൂടിയാക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ റോത്ത്ചൈൽഡ് ഫാമിലിയുടെ ഹിസ്റ്ററി മുതൽ എങ്ങനെയാണ് ഒരു ഫാമിലി ലോകം മുഴുവൻ ഭരിക്കുന്നതെന്നും മനസ്സിലാക്കാം. ഹിസ്റ്ററി ഓഫ് റോത്ത്ചൈൽഡ് ഫാമിലി. ഒരു കുടുംബം യൂറോപ്പിലെ മുഴുവൻ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പവർ സ്വന്തം കൈകളിൽ വയ്ക്കുകയും അതിന്റെ സൂചന പോലും ആർക്കും ലഭിക്കാതിരിക്കുകയും ചെയ്താൽ അതല്പം അവിശ്വസനീയമായി തോന്നും. എന്നാൽ റോത്ത്ചൈൽഡ് ഫാമിലിക്ക് ഇതൊരു റിയാലിറ്റി ആയിരുന്നു. റോത്ത്ചൈൽഡ് ഫാമിലി എല്ലാ യൂറോപ്യൻ ബാങ്കിംഗ് ഡൈനാസ്റ്റികളിലും ഏറ്റവും ഫേമസ് ആയിരുന്നു. അവർ ഏകദേശം 200 വർഷത്തോളം യൂറോപ്പിന്റെ ഇക്കണോമിക് ആൻഡ് ഇൻഡയറക്ട്ലി പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്തി. ഇത്രയും പവർ ഒരു കുടുംബത്തിന്റെ കൈകളിൽ വരിക എന്നതിനർത്ഥം നിങ്ങൾക്ക് നേരിട്ട് ഈ കുടുംബത്തെ യൂറോപ്പിന്റെ രാജകുടുംബം എന്ന് വിളിക്കാമെന്നാണ്. ഏത് ബാങ്കിംഗ് ഹൗസിനെ തുടക്കമിട്ടാണോ റോത്ത്ചൈൽഡ് ഫാമിലി തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചത്, അതിന്റെ തുടക്കം അല്ലെങ്കിൽ ഈ ബാങ്കിംഗ് ഹൗസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് മേയർ അംഷൽ റോത്ത്ചൈൽഡും അദ്ദേഹത്തിന്റെ 5 മക്കളായ അംഷൽ മേയർ, സോളമൻ മേയർ, നഥാനിയൽ മേയർ, കാൾ മേയർ ആൻഡ് ജേക്കബ് അല്ലെങ്കിൽ ജെയിംസ് മേയർ എന്നിവർ ചേർന്നാണ് നടത്തിയത്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് തുടങ്ങിയ ഈ ബാങ്കിംഗ് ഹൗസിനെ മേയറും മക്കളും ചേർന്ന് കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഇന്റർനാഷണൽ ബാങ്ക് ആക്കി മാറ്റി. ഈ ഫാമിലി ലോൺ നൽകുക, ഡെപ്പോസിറ്റ് സൂക്ഷിക്കുക, ബോണ്ടുകൾ പുറത്തിറക്കുക തുടങ്ങിയ ബാങ്കിംഗ് സൗകര്യങ്ങൾ ആളുകൾക്ക് ലഭ്യമാക്കിയിരുന്നു. 1820-ൽ ഈ 5 സഹോദരങ്ങളും ചേർന്ന് തങ്ങളുടെ വെൽത്തും പവറും ഇന്റർനാഷണലായി വളർത്താൻ തീരുമാനിച്ചു. അവർ അത് ആരംഭിക്കുകയും ചെയ്തു. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വെൽത്തിയസ്റ്റ് സിറ്റീസായ ലണ്ടൻ, പാരീസ്, വിയന്ന, നേപ്പിൾസ് എന്നിവിടങ്ങളിൽ അവർ ബാങ്കിംഗ് ഹൗസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. മേയറും അദ്ദേഹത്തിന്റെ മൂത്ത മകൻ അംഷലും ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് വളരുന്ന ബിസിനസ് കൈകാര്യം ചെയ്തു. എന്നാൽ നഥാൻ 1804-ൽ ലണ്ടനിൽ ഒരു ബ്രാഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്തു. ജെയിംസ് 1811-ൽ പാരീസിലും സൊളവനും കാളും 1820-കളിൽ വിയന്നയിലും നേപ്പിൾസിലും ബാങ്കിംഗ് ഹൗസുകൾ തുറന്നു. ഇപ്പോൾ റോത്ത്ചൈൽഡ് മക്കൾ ഇന്റർനാഷണൽ ബാങ്കർമാരായി കഴിഞ്ഞു. പക്ഷേ അവർക്ക് ഇത്രയും വെൽത്ത് അപ്പോഴും കുറവായിരുന്നു. തങ്ങൾക്ക് ഇനിയും എത്രമാത്രം നേടിയെടുക്കാൻ കഴിയുമെന്ന പൊട്ടൻഷ്യൽ അവർക്കറിയാമായിരുന്നു. അതിനാൽ ബാങ്കിങ്ങിനും ഫിനാൻസിനും പുറമെ ബിസിനസ്, മൈനിങ്, എനർജി, റിയൽ എസ്റ്റേറ്റ് സെക്ടറുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു. അവരുടെ ദീർഘവീക്ഷണം കാരണം അടുത്ത കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ റോത്ത്ചൈൽഡ് ഫാമിലി ലോകത്തിലെ വെൽത്തിയസ്റ്റ് ഫാമിലികളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. എന്നാൽ ഇന്നും ആ ഫാമിലിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് പല ഹിസ്റ്റോറിക് ഇവന്റുകളിലും ഈ ഫാമിലി ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ഇൻവോൾവ് ആയതുകൊണ്ടാണ്. ഹിസ്റ്ററി ഓഫ് റോത്ത്ചൈൽഡ് ഫാമിലി നോക്കുന്നവർക്ക് ഒരു സ്വർണ്ണ ഖനി പോലെയാണ്. എന്നാൽ റോത്ത്ചൈൽഡ് ഫാമിലിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന കാര്യവും നിഷേധിക്കാനാവില്ല. റോത്ത്ചൈൽഡ് ഫാമിലി എങ്ങനെയാണ് തങ്ങളുടെ ബാങ്കിംഗ് ഹൗസിനെ ജർമ്മനിക്ക് പുറമെ ലോകത്തിലെ 5 വലിയ നഗരങ്ങളിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. എന്നാൽ ഇവ വെറും ബാങ്കിംഗ് ഹൗസുകൾ മാത്രമായിരുന്നില്ല, മറിച്ച് ലോകത്തിലെ ആദ്യത്തെ ബാങ്കിംഗ് സിസ്റ്റം കൂടിയായിരുന്നു. എവിടെയൊക്കെയോ ക്യാപിറ്റലിസത്തിന്റെ തുടക്കത്തിന് റോത്ത്ചൈൽഡ് ഫാമിലിക്ക് തന്നെയാണ് ക്രെഡിറ്റ് ലഭിക്കുന്നത്. ഇവർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളിലും ബാങ്കിംഗ് സെക്ടറിലും ചെയ്ത കാര്യങ്ങളാണ് ഇന്നത്തെ സാമ്പത്തിക ഘടനയുടെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും ആദ്യം ഇവരാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന കോൺസെപ്റ്റ് പരീക്ഷിച്ചത്. ബാങ്കുകളിൽ നിന്ന് പണമെടുത്ത് അത് കോളനികളുടെ ഗവൺമെന്റ് പ്രോജക്റ്റുകളിൽ നിക്ഷേപിച്ച ലോകത്തിലെ ആദ്യത്തെ ആളുകൾ ഇവരായിരുന്നു. അതിലൂടെ അവർക്ക് വലിയ ലാഭം ലഭിച്ചു. ഇന്ന് ലോകമെമ്പാടുമുള്ള ബാങ്കുകൾ അതേ മോഡൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്, അതായത് ഇൻവെസ്റ്റ്മെന്റിന് പകരമായി മികച്ച റിട്ടേൺ. എന്നാൽ റോത്ത്ചൈൽഡ് ഫാമിലിക്ക് ഇത് വെറും ഒരു ആദ്യ പടി മാത്രമായിരുന്നു. അവരുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലത്ത് ബാങ്കിംഗ് ആളുകൾക്ക് തികച്ചും പുതിയൊരു കാര്യമായിരുന്നു. ഒരിടത്ത് പണം സൂക്ഷിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, ലോൺ നൽകുക, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പണം അയക്കുക തുടങ്ങിയവ വളരെ പ്രയാസകരമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഇന്റർനാഷണൽ ബാങ്കിങ്ങിന്റെ കാര്യം മറന്നേക്കുക. അത്തരം സമയങ്ങളിൽ റോത്ത്ചൈൽഡിന്
ബ്രിട്ടന്റെ ഇന്റർനാഷണൽ ബ്രാഞ്ചുകൾ ഫലപ്രദമായി തെളിഞ്ഞു. അവർക്ക് കിട്ടിയ പ്ലസ് പോയിന്റ് ഇങ്ങനെയൊന്നാണ്. ഒന്ന് ചെയ്ത ആദ്യത്തെ ബാങ്കർമാർ അവരായിരുന്നു. അവർക്ക് വളരെ ശക്തവും അഡ്വാൻസ്ഡ് ആയ ഒരു ഇൻട്രാ ബാങ്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനുദാഹരണമാണ് 1800കളിൽ ആഫ്രിക്കയുടെ കോളനൈസേഷനായി അവർ പണം ലഭ്യമാക്കിയത്. ഒരു കാലത്ത് ഈ ഫാമിലി യൂറോപ്പിൽ ഇരുന്നുകൊണ്ട് അമേരിക്കയിലെ ഏറ്റവും വലിയ ബാങ്കിനെ കൺട്രോൾ ചെയ്തിരുന്നു. ബ്രിട്ടൻ നെപ്പോളിയനെ തോൽപ്പിച്ചതിനും ഈ നെറ്റ്വർക്കിന്റെ ഗുണം അവർക്ക് ലഭിച്ചു. ബാറ്റിൽ ഓഫ് വാട്ടർലൂവിൽ നെപ്പോളിയൻ ഏറ്റ പരാജയം റോത്ത്സ്ചൈൽഡ് ഫാമിലിയുടെ ക്യാപിറ്റൽ പല മടങ്ങ് വർദ്ധിപ്പിച്ചുവെന്ന് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ 1813 മുതൽ 1815 വരെ ലണ്ടനിൽ നഥാൻ മേയർ റോത്ത്സ്ചൈൽഡ് ഏകദേശം ഒറ്റയ്ക്ക് തന്നെ ബ്രിട്ടീഷ് വാർ എഫേർട്ടുകൾ ഫിനാൻസ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. 1815 മാത്രം റോത്ത്സ്ചൈൽഡ് ബ്രിട്ടന്റെ കോണ്ടിനെന്റൽ പാർട്ട്നേഴ്സിന് സബ്സിഡൈസ്ഡ് ലോണുകളായി 9.8 മില്യൺ പൗണ്ട് നൽകി. അതായത് റോത്ത്സ്ചൈൽഡ് ഫാമിലി ബ്രിട്ടനോടൊപ്പം മുഴുവൻ യൂറോപ്പിനും വളരെ അത്യാവശ്യമായി മാറി. എന്നാൽ 1815 നെപ്പോളിയൻ ബ്രിട്ടനോട് തോറ്റപ്പോൾ ആ വാർത്ത ബ്രിട്ടനിലെത്തുന്നതിന് 24 മണിക്കൂർ മുമ്പ് തന്നെ റോത്ത്സ്ചൈൽഡ് ഫാമിലിക്ക് ലഭിച്ചു. നെപ്പോളിയൻ തോറ്റുവെന്ന കാര്യം അറിഞ്ഞ ഉടൻ റോത്ത്സ്ചൈൽഡ് അത് മുതലെടുക്കാൻ ചിന്തിക്കുകയും അവർ ബ്രിട്ടനിലെ തങ്ങളുടെ ഷെയറുകൾ വിൽക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ബ്രിട്ടൻ ഒരുപക്ഷെ തോറ്റുപോയിട്ടുണ്ടാകുമെന്ന് ആൾക്ക് തോന്നി. ഇതിനാൽ റോത്ത്സ്ചൈൽഡിനെ കണ്ടുകൊണ്ട് ബ്രിട്ടനിലെ ബാക്കി ആളുകളും തങ്ങളുടെ ഷെയറുകൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങി. എന്നാൽ ഇവിടെയുള്ള ഗെയിം എന്തെന്നാൽ അന്ന് വിൽക്കപ്പെട്ട എല്ലാ ഷെയറുകളും വാങ്ങിയത് റോത്ത്സ്ചൈൽഡ് ഫാമിലിയിലെ ആളുകൾ തന്നെയായിരുന്നു എന്നതാണ്. അങ്ങനെ അടുത്ത ദിവസം ബ്രിട്ടൻ ജയിച്ച വാർത്ത എല്ലാവരിലും എത്തിയപ്പോൾ ആളുകൾ വീണ്ടും ഷെയറുകൾ വാങ്ങാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും ആ ഷെയറുകളെല്ലാം വില കൂടിയവയായി മാറിക്കഴിഞ്ഞിരുന്നു. ഇങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് ഷെയർ വാങ്ങി ഉയർന്ന വിലയ്ക്ക് വിറ്റുകൊണ്ട് ഈ ഫാമിലി വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി. ഈ ഹിസ്റ്റോറിക് ഇവന്റിന് ശേഷം റോത്ത്സ്ചൈൽഡ് ഫാമിലിയുടെ ഇടപെടൽ ഇനിയും പല ഹിസ്റ്റോറിക് ഇവന്റുകളിലും കാണാൻ സാധിച്ചു. എന്നാൽ അവരുടെ ഏറ്റവും വലിയ റോൾ ഫസ്റ്റ് വേൾഡ് വാറിലാണെന്ന് കരുതപ്പെടുന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സമയത്ത് തന്നെ റോത്ത്സ്ചൈൽഡ് ഫാമിലി വെപ്പൺസ്, വാർ എക്യുപ്മെന്റ് സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ ഗുണം അവർക്ക് ഫസ്റ്റ് വേൾഡ് വാർ സമയത്ത് ലഭിച്ചു. ഇത് 1900കളിലെ കാലഘട്ടമായിരുന്നു. ലോകം മുഴുവൻ മാറ്റങ്ങളിലൂടെ കടന്നുപോവുകയായിരുന്നു. അത്തരം സാഹചര്യത്തിൽ പണം സമ്പാദിക്കാൻ വേണ്ടി റോത്ത്സ്ചൈൽഡ് ഫാമിലി തന്നെയാണ് ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിവെച്ചത് എന്ന് പറയപ്പെടുന്നു. നിങ്ങൾക്ക് അത്ഭുതം തോന്നും, പക്ഷേ ഫസ്റ്റ് വേൾഡ് വാറിൽ അലൈസ്, സെൻട്രൽ കവേഴ്സ് എന്നീ രണ്ട് പക്ഷങ്ങൾക്കും വെടിമരുന്ന്, ആയുധങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ വിറ്റുകൊണ്ട് ഇവർ വളരെയധികം പണം സമ്പാദിച്ചിരുന്നു. ചില തിയറികൾ പ്രകാരം റോത്ത്സ്ചൈൽഡ് ഫാമിലി ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങാൻ കാരണമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. അതിലൂടെ അവർ വൻ സമ്പാദ്യമുണ്ടാക്കി. അത്രമാത്രമല്ല, ഈ സമ്പാദ്യം അവിടെ അവസാനിക്കുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിൽ ഈ ഫാമിലിക്ക് കൈ ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധ സമയത്തും അവർക്ക് ഒരുപോലെ ലാഭം ലഭിച്ചുകൊണ്ടിരുന്നു. കാരണം അവർ വീണ്ടും അലൈസ്, ആക്സിസ് പവേഴ്സ് എന്നീ രണ്ട് പക്ഷങ്ങൾക്കും ഫണ്ട് നൽകിയിരുന്നു. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക ഒരു പങ്കാളിയായിരുന്നില്ല. അതിനാൽ വാറിന്റെ ലെവൽ അത്ര വലുതാകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമേരിക്കയെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ റോത്ത്സ്ചൈൽഡ് ഫാമിലി തന്നെയാണ് നിർബന്ധിച്ചത്. കാരണം പേൾ ഹാർബറിൽ ആക്രമണം നടത്താൻ അവർ ജപ്പാനെ സഹായിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനുശേഷമാണ് അമേരിക്ക യുദ്ധത്തിലേക്ക് എടുത്തുചാടിയത്. രണ്ട് ലോക മഹായുദ്ധങ്ങളിലും ലോകം മുഴുവൻ നഷ്ടമനുഭവിച്ചു എന്നത് വ്യക്തമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയത് റോത്ത്സ്ചൈൽഡ് ഫാമിലിയാണ്. അവർ യുദ്ധസമയത്ത് മാത്രമല്ല, യുദ്ധത്തിന് ശേഷവും വലിയ ലാഭമുണ്ടാക്കി. യുദ്ധത്തിന് ശേഷം തോറ്റ രാജ്യങ്ങൾക്ക് കടം നൽകുന്നതായാലും ജയിച്ച രാജ്യങ്ങളുടെ ഡെവലപ്മെന്റിനായി ഇൻവെസ്റ്റ് ചെയ്യുന്നതായാലും മൊത്തത്തിൽ അവർക്ക് നല്ല കാലമായിരുന്നു. ഇതേ ഫാമിലി ബ്രിട്ടീഷ് ഗവൺമെന്റിന് ആവശ്യമുള്ളപ്പോൾ വലിയ ലോണും നൽകി. അങ്ങനെ നോക്കി നിൽക്കെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റായ സൂയസ് കനാലിൽ റോത്ത്സ്ചൈൽഡ് ഫാമിലി ഒരു മേജർ ഷെയർ ഹോൾഡറായി മാറി. അതിലൂടെയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ട്രാൻസ്പോർട്ടിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്നത്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അവർക്ക് എത്രമാത്രം വെൽത്ത് ഉണ്ടെന്ന് ഊഹിക്കാം. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നമായ ഫാമിലിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽത്ത് ആൻഡ് കറന്റ് പൊസിഷൻ ഓഫ് റോത്ത്സ്ചൈൽഡ്. റോത്ത്സ്ചൈൽഡ് ഫാമിലി 20ാം നൂറ്റാണ്ടിലെ ചരിത്രത്തിന്റെ മാത്രം ഭാഗമായിരുന്നു എന്നല്ല, മറിച്ച് 21ാം നൂറ്റാണ്ടിലും ഈ ഫാമിലി രാജ്യങ്ങളെ ഇക്കണോമിക് ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2011 ഐവറി കോസ്റ്റും 2015 കാമറൂണും ഇക്കണോമിക് ക്രൈസിസ് നേരിട്ടപ്പോൾ റോത്ത്സ്ചൈൽഡ് ആണ് അവരെ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് തിരിച്ചുവരാൻ സഹായിച്ചത്. ചാഡിനെയും മോശം കാലഘട്ടത്തിൽ നിന്ന് കരകയറ്റാൻ സഹായിച്ചത് ഇവരാണ്. റോത്ത്സ്ചൈൽഡ് ഫാമിലിക്ക് പല രാജ്യങ്ങളിലും വെവ്വേറെ ബ്രാഞ്ചുകളുണ്ട്. ഇതിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് നേരിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയി ലോകം മുഴുവൻ ഈ ഫാമിലിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നതാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ റോത്ത്സ്ചൈൽഡ് ഫാമിലിയുടെ ടോട്ടൽ പ്രോപ്പർട്ടി $400 ബില്യൺ ആണെന്ന് പറയപ്പെടുന്നു. ഈ ഫാമിലിക്ക് ലോകമെമ്പാടും 1800-ലധികം റോയൽ മെൻഷനുകൾ, 100-ലധികം പ്രൈവറ്റ് ജെറ്റുകൾ, ലോകത്തിലെ വലിയ കമ്പനികളിൽ ഷെയറുകൾ എന്നിവയുണ്ട്. അത്രമാത്രമല്ല, ലോകത്തിലെ ടോപ്പ് സ്റ്റോക്ക് മാർക്കറ്റുകളായ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവയിൽ വലിയ ഷെയറുകൾ ഇവരുടേതാണ്. ഇന്ന് റോത്ത്സ്ചൈൽഡ് കുടുംബത്തിന്റെ 7ാം തലമുറയാണ് ബിസിനസ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും സീക്രട്ട് ഫാമിലിയെക്കുറിച്ച് അറിയാമോ? കമന്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കുക.